എസിലെ പാസദേനയിലെ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ വലങ്കാൽ ബോട്ടിൽ നിന്ന് വഴിതെറ്റിപ്പാഞ്ഞൊരു ഗോളിൽ ലോകം തരിച്ചു നിന്നു. 1994 ജൂൺ 22. ഫുട്ബോളിൽ സംഭവിക്കാവുന്ന ഒരു പിഴവ്. ഒരു സെൽഫ് ഗോളിന് മരണമെന്ന മറുപേരുണ്ടെന്ന് ഗ്രൗണ്ടിൽ പടർന്ന നിരാശയ്ക്കും ലോകമെങ്ങുമുള്ള ആരാധകർക്കും അപ്പോൾ അറിയുമായിരുന്നില്ല. 10 ദിവസങ്ങൾക്കിപ്പുറം ലോക ഫുട്ബോളിലെ ആദ്യ രക്തസാക്ഷി സൃഷ്ടിച്ചു ആ സെൽഫ് ഗോൾ, ആന്ദ്രേ എസ്കോബാർ. ഓരോ ലോകകപ്പിലും ഫുട്ബോൾ പ്രേമികൾ നെടുവീർപ്പോടെ ഓർത്തെടുക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് ദി സ്റ്റോറി. 1994 യുഎസിൽ നടന്ന 15ാമത് ലോകകപ്പിന് വളരെ പ്രതീക്ഷകളോടെയായിരുന്നു കാർലോസ് വാൾഡാറമയുടെ നേതൃത്വത്തിൽ കൊളംബിയ എത്തിയത്. ലോകകപ്പ് നേടുമെന്ന് ഫുട്ബോൾ ഇതിഹാസം പെലെ പ്രവചിച്ച ടീം. എന്നാൽ ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ റൊമാനിയയോട് 1-നെതിരെ 3 ഗോളുകൾക്ക് തോറ്റു. ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ജയം അനിവാര്യമായി. ആതിഥേയരും ദുർബലരുമായ USA ആയിരുന്നു രണ്ടാം മത്സരത്തിലെ എതിരാളികൾ. സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെയാണ് കൊളംബിയ പാസദേനയിലെ റോസ്ബോൾ സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുൽ മൈതാനിയിലേക്ക് ബൂട്ട് കെട്ടിയിറങ്ങി. പക്ഷേ വിധി മറ്റൊരു തരത്തിൽ കളത്തിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. കളിയുടെ ആദ്യ പകുതിയുടെ 34-ാം മിനിറ്റിൽ US താരം ജോൺ ഹാക്സിന്റെ ക്രോസ് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം കൊളംബിയൻ പ്രതിരോധത്തിലെ വിശ്വസ്തനായ എസ്കോബാറിന് പിഴച്ചു. എസ്കോബാറിന്റെ വലങ്കാലിൽ നിന്ന് പന്ത് സ്വന്തം ഗോൾ വലയിലേക്ക്. വലത്തു ഭാഗത്തു നിന്ന് താഴ്ന്നു പറഞ്ഞെത്തിയ ക്രോസ് പുറത്തേക്ക് അടിച്ചകറ്റാനുള്ള ശ്രമമാണ് പിഴച്ചത്. ഹാക്സിന്റെ ക്രോസിൽ കണ്ണുനട്ട് കൊളംബിയൻ ഗോളി ഓസ്കാർ കോർഡസെ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഓടുന്നതിനിടെയായിരുന്നു എസ്കോബാറിന്റെ ഈ ശ്രമം. ഇടങ്കാലുകൊണ്ട് കളിക്കളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന എതിരാളികളുടെ മുന്നേറ്റത്തിന്റെ മുന്നോടിക്കുന്ന പ്രതിരോധ ഭടന്റെ നിയന്ത്രണത്തിൽ നിന്നകന്ന പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് ഉരുണ്ടെത്തി വലകുലുക്കി. സ്റ്റേഡിയത്തിന്റെ ചിലയിടങ്ങളിൽ കനത്ത നിശബ്ദത വീണ് പടർന്നു. തികച്ചും അപ്രതീക്ഷിതമായത് സംഭവിച്ചതിന്റെ ഞെട്ടലിൽ നിന്ന് കൊളംബിയയ്ക്ക് അത്ര വേഗം പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള കളിയിൽ അത് നിഴലിട്ടു. 52-ാം മിനിറ്റിൽ എർണീസ്റ്റ് വാർട്ട് ആതിഥേയരുടെ ലീഡ് ഉയർത്തി. അഡോർഫോ വലൻസിയയിലൂടെ കൊളംബിയ ഗോൾ മടക്കിയെങ്കിലും മത്സരം അവസാനിക്കുമ്പോൾ US 2-1 വിജയം സ്വന്തമാക്കി. പോയിന്റ് പട്ടികയിൽ കൊളംബിയ അവസാന സ്ഥാനക്കാരായി. അവസാന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനോട് ഏകപക്ഷീയമായ 2 ഗോളിന് ജയിച്ചിട്ടും രക്ഷയുണ്ടായില്ല. ലോകകപ്പിൽ നിന്ന് കൊളംബിയ പുറത്തായി. ഗ്രൂപ്പ് എയിൽ നിന്ന് റൊമാനിയ, സ്വിറ്റ്സർലൻഡ്, US ടീമുകൾ നോക്കൌട്ട് സ്റ്റേജിൽ കടന്നു. അപ്രതീക്ഷിത തോൽവിയിൽ ടീം ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെ കൊളംബിയയിലെങ്ങും പ്രതിഷേധമുയർന്നു. കളിയാവേശം കൊണ്ട ആരാധകരെക്കാൾ അത് ബാധിച്ചത് വാതുവെപ്പ് മാഫിയകളെയായിരുന്നു. പെലെ ലോകകപ്പ് സാധ്യത കൽപ്പിച്ച ടീം, വളരെ ദുർബലരായ USA എന്ന എതിരാളികൾ. കോടികളുടെ വാതുവെപ്പിനെ തകിടം മറിച്ചു കളഞ്ഞു എസ്കോബാറിന്റെ സെൽഫ് ഗോൾ. നഷ്ടങ്ങളുടെ കണക്ക് വലുതായിരുന്നതിനാൽ മാഫിയ സംഘം കൊളംബിയൻ താരങ്ങളെ ഒന്നാകെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. എസ്കോബാർ പ്രധാന ശത്രുവായി. പക്ഷേ ആ പകയുടെ ആഴമറിയാൻ പിന്നെയും ഒരാഴ്ച കഴിയേണ്ടി വന്നു. കൊളംബിയൻ തെരുവുകളിൽ മരണക്കണ്ണുകൾ തന്നെ പിന്തുടരണമെന്ന് എസ്കോബാർ മനസ്സിലാക്കിയിരുന്നില്ല. ജൂലൈ 1 മെഡലിൻ നഗരത്തിലെ നിശാ ക്ലബിൽ കൂട്ടുകാർക്കൊപ്പം എസ്കോബാർ എത്തി. മയക്കുമരുന്ന് വിപണിയുടെയും കള്ളക്കടത്തിന്റെയും ഒക്കെ മുഖ്യ കേന്ദ്രമായിരുന്നു മെഡലിൻ. രാത്രി ഭക്ഷണം കഴിച്ച് കൂട്ടുകാർക്കൊപ്പം ഉല്ലസിക്കുകയായിരുന്നു എസ്കോബാർ. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത ടേബിളിൽ 12-അംഗ സംഘം ഇരിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 3-ഓടെ ക്ലബ്ബ് വിടാനൊരുങ്ങിയ എസ്കോബാറിനെ സംഘം തടഞ്ഞു നിർത്തി. സെൽഫ് ഗോളിലൂടെ രാജ്യത്തെ നാണം കെടുത്തിയെന്ന് ആക്രോശിച്ച് പുലഭ്യം പറഞ്ഞു. ഒന്നും പ്രതികരിക്കാതെ എസ്കോബാർ അതെല്ലാം കേട്ടുനിന്നു. ഇത് സംഘത്തെ കൂടുതൽ പ്രകോപിതരാക്കി. പുറത്ത് കാറിനടുത്തേക്ക് നടന്ന എസ്കോബാറിനെ സംഘം പിന്തുടർന്നു. പഴിയും ചീത്തവിളിയും തുടർന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം കണ്ടും സഹിയിട്ടും എസ്കോബാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. ഉടനെ 12 പേരിൽ ഒരാൾ തോക്കെടുത്ത് എസ്കോബാറിന് നേരെ നിറയൊഴിച്ചു. പിന്നെയും വെടിയുതിർത്തു. അക്രമി ഓരോ തവണ വെടിയുതിർക്കുമ്പോഴും ഗോൾ എന്ന് അക്രമി സംഘം ആവേശം കൊള്ളുന്നുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വെടിയേറ്റ ഉടൻ തന്നെ എസ്കോബാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാവുന്ന അവസ്ഥയൊക്കെ അപ്പോഴേക്കും പിന്നിട്ടിരുന്നു. 27-ാം വയസ്സിൽ എസ്കോബാർ ലോക ഫുട്ബോളിലെ ആദ്യ രക്തസാക്ഷിയായി. പ്രതീക്ഷിച്ച ജയവും ലോകകപ്പ് സാധ്യതയുമാണ് ഒരു സെൽഫ് ഗോളിൽ കൊളംബിയയ്ക്ക് നഷ്ടമായത്. പക്ഷേ ഒരു പിഴവിന്റെ പേരിൽ എസ്കോബാറിന് നഷ്ടമായത് സ്വന്തം ജീവനായിരുന്നു. ദേശീയ കുപ്പായത്തിലും ക്ലബിലുമായി എസ്കോബാർ നടത്തിയ പ്രകടനങ്ങളെയെല്ലാം റദ്ദ് ചെയ്തുകൊണ്ടാണ് അക്രമികൾ താരത്തിന് നേരെ നിറയൊഴിച്ചത്. കാരണം ആ 12-അംഗ സംഘം കായിക പ്രേമികളായിരുന്നില്ല. കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായ ഗാലൻ ബ്രദേഴ്സാണ് എസ്കോയുടെ ജീവനെടുത്തത്. ഹംബർട്ടോ കാസ്ട്രോ മുനോസ് എന്നയാളാണ് എസ്കോയ്ക്ക് നേരെ വെടിയുതിർത്തത്. അറസ്റ്റിനും വിചാരണയ്ക്കും ഒടുവിൽ 1994 മുനോസിന് 43 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2005 നല്ല നടപ്പിന്റെ പേരിൽ മുനോസിനെ മോചിപ്പിച്ചു. 3 കൂട്ടാളികളെയും കുറ്റവിമുക്തരാക്കി. ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നായിരുന്നു സെൽഫ് ഗോൾ തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച എസ്കോബാർ പറഞ്ഞത്. ഇതേ തലക്കെട്ടിൽ എൽ പൈസയിൽ എസ്കോബാർ ഒരു ലേഖനവും എഴുതി. വിജയത്തിൽ നാം ധീരരായിരിക്കണം, തോൽവിയിൽ അതിലുമേറെ. പരസ്പര ബഹുമാനം നിലനിൽക്കട്ടെ. എല്ലാവർക്കും വലിയൊരു ഹഗ്.
ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അസാധാരണവും അപൂർവമായ ഒരു അനുഭവമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും കാണാം, കാരണം ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതായിരുന്നു എസ്കോബാർ എഴുതിയത്. സകല നിരാശകളെയും മറികടന്ന് പൂർവാധികം ശക്തിയോടെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കാത്തിരുന്ന എസ്കോബാറിനെയാണ് ഒരു സംഘം കാബാലികർ വെടിവെച്ചിട്ടത്. ഒന്നിനാലും ന്യായീകരിക്കാനാവാത്ത ഒരു തീർപ്പ്.